Hi dear students, welcome to SRJ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ്റെ പാർട്ട് 10 ആണ്. പാർട്ട് 9 നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂറ്റി എന്താണെന്നും കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻസും പറഞ്ഞു. അതിന് മുമ്പത്തെ പാർട്ടിലൊക്കെ ഡിഫറൻസിയേഷൻ മെത്തേഡ്സുകളാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി ആണ്. ഡിഫറൻഷ്യബിലിറ്റിയും ഡിഫറൻസിയേഷനും ഒക്കെ മാറ്റം എന്ന് വെച്ചാൽ, ഡിഫറൻസിയേഷൻ പറഞ്ഞാൽ ആ സ്റ്റെപ്പ് ഡെറിവേറ്റീവിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന ആ പ്രൊസീജിയർ, ആ സ്റ്റെപ്പാണ് ഡിഫറൻസിയേഷൻ. അങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്ത് കിട്ടുന്ന ലാസ്റ്റ് റിസൾട്ടിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എങ്കിൽ ആ ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേണ്ട കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷനെയാണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി, അതായത് ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ വേണ്ട കണ്ടീഷനാണ് ഡിഫറൻഷ്യബിലിറ്റി. അതൊരു പോയിന്റിൽ എങ്ങനെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ഡിഫറൻസിയേഷൻ എക്സിസ്റ്റ് ആവാത്തതുണ്ടോ, അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിലിറ്റി ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണാൻ കഴിയാത്തതുണ്ടോ, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ കഴിയാത്ത ഫംഗ്ഷൻ ഉണ്ടോ എന്നതെങ്ങനെ ചെക്ക് ചെയ്യുക ഒരു പോയിന്റിൽ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലിമിറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഒരു പോയിന്റ് ചെയ്തു, അതുപോലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനോട് പറഞ്ഞിരുന്നു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ പറഞ്ഞത്, അതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആവണം. അതുപോലെ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ഡെറിവേറ്റീവ് ഉണ്ടാവണമെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന് ഒരു പോയിന്റ് സി എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ആണ് LHD ഈക്വൽ RHD. LHD പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന പോലെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, അതാണ് RHD. ഇത് രണ്ട് ഈക്വൽ ആണോ ഈ പോയിന്റിൽ, എങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഉണ്ട്, ഡെറിവേറ്റീവ് കാണാൻ കഴിയും. കണ്ടീഷൻ അതാണോ. ഈ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഡിനോട്ട് ഇങ്ങനെയാണ്, LF'. നമ്മൾ സാധാരണ എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ F'(x) എന്നല്ലേ. എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഡിനോട്ട് ചെയ്യാറ് F'(x). ഇവിടെ എക്സ് എന്ന സി എന്ന പോയിന്റ് ആണ് ഒരു പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സി എടുക്കുമ്പോൾ എക്സിന് ഒരു സി എന്ന് കൊടുക്കും. എക്സിന് ഒരു സി കൊടുക്കുമ്പോൾ F'(x) പറഞ്ഞാൽ F'(c) എന്നാവും. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് പറയുമ്പോൾ L ഡിനോട്ട് ചെയ്യാം, LF'. അതുപോലെ അതിന്റെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ RF'. R പറഞ്ഞാൽ റൈറ്റ്, F'(c) പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് X=C. ഇത് രണ്ട് ഈക്വൽ ആവുമ്പോൾ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആണ്, ആ പോയിന്റ് ഡിഫറൻഷ്യബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ അത് എങ്ങനെ കാണുക, അത് F'(x) അല്ലെങ്കിൽ F'(c), റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ കാണുക, അത് ഫോർമുല ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല പറഞ്ഞിരുന്നു. ആ ഫോർമുല തന്നെയാണ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്റെ ഫോർമുല. RF'(c) പറഞ്ഞാൽ ലിമിറ്റ് h(0), അവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമ്മൾ പഠിച്ചപ്പോൾ എക്സ് ഒരു സി ആയതുകൊണ്ട് f(c+). ആ സി എന്താന്ന് ക്വസ്റ്റ്യൻ പറയാം, ചിലപ്പോൾ 0 ആവാൻ, ചിലപ്പോൾ 1 ആവാൻ പോയിന്റ് പറയും. അപ്പോൾ ലിമിറ്റ് h(0) f(c+h) മൈനസ് f(c) ഡിവൈഡഡ് ബൈ h. ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് ഡെറിവേറ്റീവ് കാണാനുള്ള ഫസ്റ്റ് മെത്തേഡായിട്ട് പഠിച്ചത്. അതിൽ എക്സ് സി കൊടുത്താൽ അതിന്റെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ള റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്റെ ഫോർമുലായി. അതുപോലെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നമ്മൾ ലിമിറ്റ് h(0) എന്ന് പറഞ്ഞാൽ 0യുടെ മുകളിൽ കണ്ടിന്യൂസിൽ പഠിച്ച്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് പറഞ്ഞാൽ 0യുടെ മുകളിൽ അല്ല. അപ്പൊ 0യുടെ മുകളിൽ വരുന്ന വാല്യൂസ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഈ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവില്. അപ്പൊ 0ന്റെ താഴെ വരുന്ന വാല്യൂസ് ആണെങ്കിലോ അതാണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. അപ്പൊ 0ന്റെ താഴെ വരുമ്പോൾ ലിമിറ്റ് h(0) മൈനസ് എന്നാണ്. അപ്പൊ 0 മൈനസ് കൊടുക്കേണ്ട, 0യുടെ താഴെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ലിമിറ്റ് h(0) തന്നെ എഴുതിയാൽ മതി. ആ മൈനസ് ആണ് 0യുടെ താഴെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് പകരം f(c+h) വരെ c-, കാരണം h നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ c-h മൈനസ് f(c) ഡിവൈഡ് ബൈ -h. ഈ പ്ലസ് h ഉള്ളത് -h ആക്കിയാൽ അതിന് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവായി, ആ h ടെൻസ് 0ന്റെ താഴെയുള്ള വാല്യൂസിന്റെ ഡെറിവേറ്റീവായി നടത്താം. ഈ രണ്ട് ആൻസറും ഒരേ ആൻസർ ആണോ എങ്കിൽ ആ ഫംഗ്ഷന് x=c ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആണ്,
ഡെറിവേറ്റീവ് കാണാൻ കഴിയും, ഡിഫറൻഷ്യബിൾ ആണെന്ന് അർത്ഥം. അതാണ് LHD ഈക്വൽ RHD. അതാണ് അതിന്റെ ബേസിക് ആയ ഫോർമുലാസ്. ഇതിൽ ആകെ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. അപ്പൊ അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഡിഫറൻഷ്യബിൾ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ, ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യേണ്ട ഫോർമുലാസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, LF∗C RF∗C. ഫോർമുലാസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു അതിൽ എക്സിന് C കൊടുക്കുന്നേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ +H വരും -H. ഈ ഫോർമുല വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ കണ്ടോ, f(x) mod x എന്ന ഫംഗ്ഷൻ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0 എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റാണ് ഡിഫറൻഷ്യബിൾ അല്ല, 0. ഇവിടെ അപ്പുറത്തെ പോയിന്റ് C ആണ്. C എന്ന പോയിന്റ് 0 ആണ്. അപ്പൊ നമുക്ക് കാണേണ്ട RF∗0യും LF∗0 റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് x = 0യും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് x = 0യും ഈക്വൽ അല്ല എന്ന് കാണിക്കണം. എങ്കിലല്ലേ നോട്ട് ഡിഫറൻഷ്യബിൾ ആവുള്ളൂ. അപ്പോ RF∗x നമ്മൾ ഫോർമുല പറഞ്ഞു, ലിമിറ്റ് h∗0 f(c+h - f(c/h) ആണ്. RF∗c 0യുടെ ഫോർമുല ലിമിറ്റ് h∗0 f(0+h - f(0/h). സിക്ക് വരെ 0 കൊടുത്തു അല്ലേ. അപ്പൊ അതുപോലെ LF∗0 ആണെങ്കിൽ ലിമിറ്റ് h∗0 f(0 - h - f(0/-h) ആവും നമുക്ക് കാണാം. അപ്പൊ ഇതിൽ ആദ്യം f(0+h) പറഞ്ഞ f(h - f(0/h). f(x) പറഞ്ഞാൽ mod x അല്ലേ. അപ്പൊ f(h) പറഞ്ഞാൽ mod h. ഈ h → 0. അപ്പൊ 0യുടെ മുകളിലാണ് വാല്യൂ നമുക്കറിയാം. 0യുടെ മുകളിലാവുമ്പോൾ നമുക്കറിയാം f(h) mod h ആണെങ്കിൽ mod h തന്നെ. മുകളിൽ ഒഴിവാക്കാം, h തന്നെ, കാരണം h പോസിറ്റീവ് ആണ് ഉറപ്പായി. അപ്പൊ h തന്നെ. അപ്പൊ ലിമിറ്റ് h∗0 h - 0 ആണ്. f(0) ആണ്. f(0) എന്ന് പറഞ്ഞാൽ mod 0 0. അപ്പൊ h - 0/h. അപ്പൊ ഇവിടെ h/h ആയി. ലിമിറ്റ് കൊടുക്കാൻ ആവശ്യം വരുന്നില്ല. h ക്യാൻസൽ ചെയ്തു. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 1. അപ്പൊ RF∗0 1 ആയി. അതുപോലെ നമുക്ക് LF∗0 നോക്കാം. LF∗0 കാണുന്നു നോക്കൂ. LF∗0 പറഞ്ഞ ഫോർമുല ലിമിറ്റ് h∗0 f(0 - h - f(0/-h). C 0 ആണ്, -h ആവും, +h ഓക്കെ. അപ്പൊ f(-h - f(0/-h) ലിമിറ്റ് h∗0. അപ്പൊ f(0) അഗെയിൻ f(x) mod x ആയതുകൊണ്ട് f(0) നമുക്കറിയാം mod 0 ആകുമ്പോൾ 0 തന്നെ. f(0) 0. അപ്പൊ f(-h) പറഞ്ഞാൽ f(x) mod x ആയിരുന്നു. f(-h) mod -h. mod -h പറഞ്ഞാൽ h തന്നെയല്ലേ, കാരണം മുകളിൽ മൈനസ് എടുക്കുമ്പോൾ പോസിറ്റീവായി. mod h കാരണം h → 0, 0യുടെ മുകളിലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്ന ലിമിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഫോർമുലയിൽ 0 -h എന്ന് എഴുതുന്നത്, 0 താഴെ എന്ന് കാണിക്കാൻ ഇവിടെ എഴുതുന്നത്. മനസ്സിലായ? ഫോർമുലയിൽ C-h കൊടുക്കാൻ കാരണം അതാണ്. h → 0യുടെ മുകളിലായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അവിടെ C+h C-h അവിടെ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ 0 -h f(-h) ഇത് കൊടുക്കുമ്പോൾ f(-h) mod -h പറഞ്ഞ h. അപ്പൊ ലിമിറ്റ് h∗0 h - 0/-h. അപ്പൊ h/-h എന്തായി? -1. LF∗0 -1, RF∗0 1. അതിനർത്ഥം LF∗0 RF∗0 എന്തല്ല, ഈക്വൽ അല്ല. LF∗0 നോട്ട് ഈക്വൽ ടു RF∗0. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഈക്വൽ അല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0 എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. നമുക്ക് അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. നോക്കാം. അപ്പൊ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായി. f(x) mod x ഇത് അറ്റ് x = 0 നോട്ട് ഡിഫറൻഷ്യബിൾ അല്ല. അതേപോലെ പക്ഷേ ഈ ഫംഗ്ഷൻ mod x പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം ഇത് ഗ്രാഫിക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. mod x എന്ന ഫംഗ്ഷന് ഇങ്ങനെ വരക്കുമ്പോൾ ടേണിംഗ് പോയിന്റ് ഇവിടെ എവിടെയാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ പോലും ഇത് ബ്രേക്ക് വരുന്നില്ല. എല്ലാ പോയിന്റും കണ്ടിന്യൂസ് ആണ്. mod x നമ്മൾ ഗ്രാഫ് വരച്ച് പറഞ്ഞതാണ്. എല്ലാ പോയിന്റിലും ബ്രേക്ക് വരുന്നേ ഇല്ല. അപ്പൊ ഈ mod x എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. പക്ഷെ mod x എന്തല്ല, 0 കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ അല്ല. അതിനർത്ഥം എന്താ? ഇവിടെ ഈ ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ ഷാർപ്പായിട്ട് വരുന്ന, അതായത് mod x ടേണിംഗ് പോയിന്റ്, ഈ ഷാർപ്പ് പോയിന്റിൽ ഒരിക്കലും അതെന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി അതുപോലെ ഏത് ഷാർപ്പ്, ഇപ്പൊ mod x - 1 എന്ന ഗ്രാഫ് ഇങ്ങനെയാണല്ലോ, ഇത് 1ൽ തട്ടി പോകുന്ന ഗ്രാഫാണ്.
മോഡ് എക്സ് മൈനസ് 1. ഈ 1ൽ ഇത് ഷാർപ്പ് ടേണിംഗ് പോയിന്റാണ്. ഈ ഷാർപ്പ് ടേണിംഗ് പോയിന്റ് ഒറ്റ പോയിന്റ് ഷാർപ്പ് പറഞ്ഞാൽ കറക്റ്റ് ഒരു പോയിന്റിൽ തട്ടി പോകുന്നുള്ളൂ. ഷാർപ്പ് ടേണിംഗ് പോയിന്റിൽ വരുന്ന പോയിന്റിലൊന്നും ഇത് ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷെ അത് കണ്ടിന്യൂസ്, എല്ലാ പോയിന്റും കണ്ടിന്യൂസ് ആണ്. അതിനർത്ഥം എന്താണ്? എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷെ 0ൽ ഡിഫറൻഷ്യബിൾ അല്ല. മോഡ് എക്സ് മൈനസ് എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആണ്, 1 ഡിഫറൻഷ്യബിൾ അല്ല. എവറി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ എവറി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. കാരണം കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആവണം ഉറപ്പാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രം എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. പക്ഷേ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ ആവണം. ഡിഫറൻഷ്യബിൾ ആവുന്നുണ്ടാവാം, പക്ഷെ നീഡ് നോട്ട് ബി ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അതിൽ എക്സാമ്പിളാണ് മോഡ് എക്സ് അറ്റ് എക്സ് = 0. എക്സാം നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം, എല്ലാ ഡിഫറൻഷ്യബിളും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ? അപ്പോൾ നീഡ് നോട്ട് ബി ആവണമെന്നില്ല. എങ്കിൽ എക്സാമ്പിൾ വെച്ച് കാണിക്കാൻ പറയും. അപ്പോൾ മോഡ് എക്സ് 0 ഡിഫറൻഷ്യബിൾ അല്ല, നമ്മൾ കാണിച്ചു കഴിഞ്ഞു. എക്സ് എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആണ്. അതുപോലെ മോഡ് എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ആണ് എല്ലാ പോയിന്റിലും, പക്ഷെ അറ്റ് എക്സ് = 1 ഡിഫറൻഷ്യബിൾ അല്ല. ഈ ഗ്രാഫ് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഷാർപ്പ് ടേണിംഗ് പോയിന്റ് എവിടെ വന്നാലും ആ ടേണിംഗ് പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷെ കണ്ടിന്യൂസ് ആണ് എല്ലായ്പ്പോഴും. ഷാർപ്പ് അല്ലാത്ത ടേണിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ, എങ്ങനെ ഷാർപ്പ് അല്ലാത്ത പോയിന്റ് അതെങ്ങനെയെന്ന് വെച്ചാൽ, ഷാർപ്പ് അല്ലാത്ത പോയിന്റ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വന്നു, ഇത് പോയിന്റ് കറക്റ്റ് ഷാർപ്പല്ല. കാരണം അത് അതിൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോയിന്റിലൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന പോയിന്റ്സ് ഷാർപ്പല്ല. ഒറ്റ ടേണിംഗ് പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ടേണിംഗ് ലൈൻ ആണെങ്കിൽ മാത്രമേ ഷാർപ്പാവുള്ളൂ. ഇത് സ്ട്രെയിറ്റ് അല്ല, ഇത് കർവാണ്. ഇത് ടേണിംഗ് പോയിന്റ് അടുത്ത് അതിന് വളരെ ക്ലോസ് ആയിട്ട് മറ്റൊക്കെ ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവും. അതുകൊണ്ട് ഷാർപ്പ് ടേണിംഗ് പോയിന്റ് അല്ല, ഇത് എപ്പോഴും ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ ഈ ഫംഗ്ഷൻ എപ്പോഴും ഡിഫറൻഷ്യബിൾ ആണ്. ഷാർപ്പ് ടേണിംഗ് പോയിന്റ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരണം. ഇതിങ്ങനെ സ്ട്രെയിറ്റ് വി ഷേപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഷാർപ്പാവും. ഇത് ഷാർപ്പ് ടേണിംഗ് പോയിന്റ് അല്ല. അതുപോലെ ഇത് ഷാർപ്പ് ടേണിംഗ് പോയിന്റ് അല്ല. ഇങ്ങനെ വരുന്ന ഫംഗ്ഷനൊക്കെ എപ്പോഴും എന്താണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ ഇനി കണ്ടിന്യൂസ് ആവാത്ത, അപ്പോൾ ഇത് ഈ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസുമാണ്, ഡിഫറൻഷ്യബിളുമാണ്. ഷാർപ്പ് ടേണിംഗ് പോയിന്റ് വരുന്നത് കണ്ടിന്യൂസ് ആണ്, പക്ഷെ അതെന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. ഷാർപ്പ് ടേണിംഗ് പോയിന്റ് വരുന്നത് കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല. അത് കണ്ടിന്യൂസുമാണ്, ഡിഫറൻഷ്യബിളുമാണ്. ഇനി ചിലത് കാണാം ബ്രേക്ക് വരുന്നത്. ഇങ്ങനെ ബ്രേക്ക് വരുന്ന നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ബ്രേക്ക് വരുന്ന ഫംഗ്ഷൻ, സ്റ്റെപ്പ് ഫംഗ്ഷൻ ഒക്കെ, അത് ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആവാത്തത്, ബ്രേക്ക് വന്നാൽ കണ്ടിന്യൂസ് അല്ലല്ലോ. കണ്ടിന്യൂസ് ആവാത്ത പിന്നെ ഒരിക്കലും എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. കണ്ടിന്യൂസ് ആവാത്ത ഒരിക്കലും ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആവുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആണ്, പക്ഷെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അതാണ് ഈ മോഡുലസ് ഫംഗ്ഷൻ ഒക്കെ. പക്ഷെ കണ്ടിന്യൂസ് ആവാത്ത ഒരിക്കലും എന്താവില്ല, ഡിഫറൻഷ്യബിൾ ആവില്ല. ഓക്കെ, മറ്റൊരു നേരിട്ട് മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ കാണാൻ വഴിയും കൂടിയുണ്ട്, നോക്കണേ. അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ ഒറ്റയടിക്ക് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ് ചോദിച്ചാൽ അത് കാണാൻ എളുപ്പവഴിയുണ്ട്. ഇപ്പോൾ f(x) mod x നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0 നമുക്കറിയാം. അത് ഈ മോഡുലസിനുള്ളിലുള്ള വേരിയബിൾ, ഈ ടേം 0 ആവണമെങ്കിൽ എക്സ് എന്താവണം, ഈ മോഡുലസ് ഉള്ളിൽ 0 ആവണമെങ്കിൽ എക്സ് എന്താവണം, 0 ആവണം. അപ്പോൾ ആ പോയിന്റിൽ മോഡുലസ് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവില്ല. മോഡ് എക്സ് മൈനസ് 1 ഇത് 0 ആവണമെങ്കിൽ എക്സ് എന്താവണം, 1. അപ്പോൾ എക്സ് 1ന് ഡിഫറൻഷ്യബിൾ അല്ല, നോട്ട് ഡിഫറൻഷ്യബിൾ. മോഡ് എക്സ് മൈനസ് 2 ഇത് 0 ആണെങ്കിൽ എക്സ് എന്താവണം, 2 ആവണം. അപ്പോൾ 2ല് ഡിഫറൻഷ്യബിൾ അല്ല. മോഡ് എക്സ് പ്ലസ് 1 ഇത് 0 ആണെങ്കിൽ എക്സ് എന്താവണം, -1. അപ്പോൾ -1 ഡിഫറൻഷ്യബിൾ അല്ല. ഇനി ഇങ്ങനെ എക്സാം ചോദിച്ചിരുന്നു f(x) = mod x പ്ലസ് mod x മൈനസ് 1 ഇത് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒരു കണ്ടിന്യൂസ് ആവാത്ത പോയിന്റ് എന്ന് പറയും, ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ് പറയും. ഇത് എപ്പോഴും കണ്ടിന്യൂസ് ആണ്. ഈ മോഡുലസ് ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആവാത്ത ഒരു പോയിന്റും ഇല്ല. മോഡുലസ് ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. ഇത് ഡിഫറൻഷ്യബിൾ അല്ല, നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0 ആൻഡ് x = 1. 0ലും 1ലും ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഇത് 0ൽ ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷെ ഇത് 0ൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ പോലും ഇത് മൊത്തത്തിൽ 0ൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇത് 1ൽ ഡിഫറൻഷ്യബിൾ അല്ല, ഇത് 1ൽ ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷെ ടോട്ടൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് അല്ല.
1-ൽ. അപ്പോൾ 0-ലും 1-ലും ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ സംശയം ഉണ്ടാവും, മോഡ് എക്സ് 0-ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 0 അല്ലാത്ത പോയിന്റ് ഇത് ഡിഫറൻഷ്യബിൾ ആണോ? ആണ്. അപ്പോൾ അതിന് ഡെറിവേറ്റീവ് എന്താ? ഡിഫറൻഷ്യബിളിന് ഡെറിവേറ്റീവ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ d/dx ഓഫ് മോഡ് എക്സ് 0 അല്ലാത്ത എക്സ് 0 അല്ലാത്ത പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് വരിക x/mod x. മോഡ് എക്സിന്റെ ഡെറിവേറ്റീവ് x/mod x. അതായത് ഇത് പോസിറ്റീവ് നമ്പറാണ് കൊടുക്കുന്നെങ്കിൽ ആൻസർ 1 ആവും, ഇത് നെഗറ്റീവ് നമ്പറാണ് കൊടുക്കുന്നെങ്കിൽ ആൻസർ -1 ആവും. അതിന് ഡെറിവേറ്റീവ് x/mod x. മോഡ് എക്സിന്റെ ആക്ച്വൽ ഡെറിവേറ്റീവ് x/mod x ആണ്. പക്ഷെ 0-ൽ ഡിഫറൻഷ്യബിൾ അല്ല, കാരണം വാല്യൂ എക്സിസ്റ്റ് അല്ല. മനസ്സിലായി? അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ വന്നാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡിഫറൻഷ്യബിൾ ആവാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വഴിയാണ് പറഞ്ഞത്. ഗ്രാഫ് തരാണെങ്കിൽ ഷാർപ്പ് ടേണിംഗ് പോയിന്റ് ഉള്ളിടത്ത് ഡിഫറൻഷ്യബിൾ അല്ല. ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് എപ്പോഴും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അത്രയാണ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ഭാഗത്തുള്ളത്. ഇനി അതിൽ നമുക്ക് ചെറിയൊരു ഭാഗം കൂടി, റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം എന്ന ചെറിയ 2 തിയറം കൂടി ബാക്കിയുണ്ട് ആ ചാപ്റ്ററിൽ. അത് ഈ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ബാക്കി വരുന്ന ഭാഗമാണ്. അതുകൂടി തന്നെ ചാപ്റ്റർ കഴിയും. അത് നെക്സ്റ്റ് പാർട്ടിൽ പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. പക്ഷെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. കണ്ടിന്യൂസ് ആവാത്ത ഒരിക്കലും ഡിഫറൻഷ്യബിൾ അല്ല, കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. നമ്മളിങ്ങനെ ഓർത്താൽ മതി, നമ്മൾ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചു. കണ്ടിന്യൂറ്റി കഴിഞ്ഞിട്ടാണ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചത്. കണ്ടിന്യൂസ് കഴിഞ്ഞിട്ടാണ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചത്. അപ്പോൾ കണ്ടിന്യൂസ് പറയുമ്പോൾ ഡിഫറൻഷ്യബിലിറ്റിയുടെ ആ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവാതിരിക്കും, എന്തുമാവാം. പക്ഷെ ഡിഫറൻഷ്യബിലിറ്റി പറയണമെങ്കിൽ കണ്ടിന്യൂസ് പറഞ്ഞിട്ടുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി ആവണമെങ്കിൽ കണ്ടിന്യൂസ് ആവണം. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. ആ പഠിച്ച ഓർഡർ കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷെ ഡിഫറൻഷ്യബിൾ പഠിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവണം. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. കണ്ടിന്യൂസ് ആവാത്ത ഒരിക്കലും എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ അറിയുന്നത്. അത്രയുമാണ് ഈ ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾ അറിയേണ്ടത്. അടുത്ത ക്ലാസ്സിലോടുകൂടി ഒരു പാട്ടോടുകൂടി ചാപ്റ്റർ തീരും. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.